ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് മുകളിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. 1.5 മണിക്കൂർ നീണ്ടുനിന്ന ആശങ്കയ്ക്ക് ഒടുവിൽ സാഹസികമായി പിടികൂടി. വടക്കാഞ്ചേരി അഗ്നിരക്ഷാ സേനയുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് മുകളിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ സാഹസികമായി രക്ഷപ്പെടുത്തി വടക്കാഞ്ചേരി നഗരത്തെയും പോലീസിനെയും അഗ്നിരക്ഷാ സേനയെയും 1.5 മണിക്കൂറോളം മുൾമുനയിൽ നിർത്തി യുവാവ് മുഴക്കിയ ആത്മഹത്യാ ഭീഷണിക്ക് വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെ ബുദ്ധിപൂർവമായ ഇടപെടലിലൂടെ ശുഭകരമായ അന്ത്യം. കഴിഞ്ഞ രാത്രി 7:30 വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് മുകളിലായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കുടുംബ വഴക്കിനെ തുടർന്ന് കെട്ടിടത്തിന്റെ 2ാം നിലയിലെ ടെറസിൽ കയറി താഴേക്ക് ചാടുമെന്ന് ഭീഷണി മുഴക്കിയ ദേശമംഗലം സ്വദേശി രാഹുലിനെയാണ് അതീവ സാഹസികമായി സേനാംഗങ്ങൾ പിടികൂടിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും STOയുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനയും യുവാവിനെ അനുനയിപ്പിച്ച് താഴെയിറക്കാൻ ഏറെ നേരം ശ്രമിച്ചുവെങ്കിലും ഇയാൾ വഴങ്ങാൻ തയ്യാറായില്ല. ജനക്കൂട്ടം തടിച്ചുകൂടിയതോടെ സാഹചര്യം കൂടുതൽ വഷളായി. ഒടുവിൽ അതീവ ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്നും മുകളിലേക്കെത്തി യുവാവിന്റെ ശ്രദ്ധ തിരിക്കുകയും കാലിൽ കുടുക്കിട്ട് സാഹസികമായി കീഴടക്കുകയുമായിരുന്നു. പരിഭ്രമിച്ച് താഴേക്ക് ചാടാൻ മുതിരുന്നതിനു മുൻപ് തന്നെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഇയാളെ സുരക്ഷിതമായി പിടികൂടി ഗോവണി വഴി താഴെയിറക്കി. വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സംയോജിതമായ ഈ ഇടപെടലിനെ വലിയ പ്രശംസയോടെയാണ് നാട്ടുകാർ നോക്കിക്കാണുന്നത്. താഴെയിറക്കിയ യുവാവിനെ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് CCV.